മലപ്പട്ടം ഒരു ചുവന്ന ഗ്രാമമാണ്. അത് ചുവന്നത് ധീരരായിട്ടുള്ള സഖാക്കളുടെ ഉജ്ജ്വലമായ പോരാട്ടത്തിന്റെയും രക്തസാക്ഷിത്വത്തിന്റെയും ഫലമായിട്ടാണ്. ആ ചുവന്ന ഗ്രാമത്തിൽ താമസിക്കുന്ന രാഷ്ട്രീയ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ടി.കെ. ഗോവിന്ദൻ മാഷ് ഇപ്പോ ശത്രുവിന്റെ കോടാലിക്കൈയായി മാറിയിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഇന്നലെ വാർത്താ സമ്മേളനം വിളിച്ചത്. അതെല്ലാം സംബന്ധിച്ച് വളരെ വിശദമായി ഇവിടെ പ്രതിപാദിച്ചു കഴിഞ്ഞു. ഗോവിന്ദൻ മാഷ് പത്രമാധ്യമങ്ങളിലൂടെ ഈ വിപ്ലവ പ്രസ്ഥാനത്തെ അപമതിക്കാനാണ് ശ്രമിക്കുന്നത്. നിങ്ങൾക്കറിയാം, CPIM എന്ന രാഷ്ട്രീയ പാർട്ടി മറ്റ് പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു പാർട്ടിയാണ്. ഇത് കോൺഗ്രസിനെ പോലെയല്ല, BJPയെ പോലെയല്ല, മുസ്ലിം ലീഗിനെ പോലെയല്ല. മറ്റു പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള നയവും സംഘടനാ രീതിയും കൈക്കൊള്ളുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതുകൊണ്ടാണല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം, സംഘടനാ രീതി വേറിട്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സ്ഥാനാർത്ഥികളെ നിർണയിക്കേണ്ടി വരും. സ്ഥാനാർത്ഥികളെ നിർണയിക്കുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ നിഷ്കർഷിക്കും. ആ മാനദണ്ഡ പ്രകാരം കണ്ണൂർ ജില്ലയിലെ CPIM മത്സരിക്കുന്ന മണ്ഡലങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടിക ചർച്ച ചെയ്തു. സ്വാഭാവികമായിട്ടും ചർച്ചയിൽ പല പേരുകൾ ഉയർന്നു വരുമല്ലോ. ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണിത്. കോൺഗ്രസിനെ പോലെയാണോ? കോൺഗ്രസിന് അടി തീർന്നിട്ടില്ല. CPM-നെ സംബന്ധിച്ച്, സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ജനാധിപത്യപരമായി ചർച്ച ചെയ്യും. ഇപ്പൊ അസംബ്ലിയിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നേരത്തെ പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് നടത്തിയല്ലോ. പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് നടത്തിയപ്പോ എങ്ങനെയാണ് സ്ഥാനാർത്ഥി പട്ടിക രൂപം കൊടുത്തത്? CPM-ന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ എല്ലാ സാമൂഹ്യ വിഭാഗങ്ങളും ഉണ്ടാവണം, സ്ത്രീകൾക്ക് പ്രാതിനിധ്യം ഉണ്ടാവണം. അതിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടി ഓരോ മണ്ഡലത്തിലും മത്സരിക്കുന്ന, CPM മത്സരിക്കുന്ന ഓരോ മണ്ഡലത്തിലും സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ചർച്ച ചെയ്തു. ചർച്ചയിൽ പല അഭിപ്രായങ്ങളും വരും. ഇപ്പോ ഗോവിന്ദൻ മാഷ് വാർത്താ സമ്മേളനം വിളിച്ചുകൊണ്ട് പാർട്ടിയുടെ രീതികളെയൊക്കെ വെല്ലുവിളിക്കുന്നു. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള പല നുണകളും പ്രചരിപ്പിക്കുന്നു. നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, ഗോവിന്ദൻ മാഷക്കുള്ള ഏറ്റവും ദുഃഖകരമായിട്ടുള്ള ഒരു അവസ്ഥ എന്താണ്? ഗോവിന്ദൻ മാഷ പേര് സ്ഥാനാർത്ഥി പട്ടിക രൂപപ്പെടുത്തുന്ന അവസരത്തിൽ ഒരൊറ്റയാളും പറഞ്ഞില്ല എന്നതാണ്. എന്താ കാരണം? ഗോവിന്ദൻ മാഷ അർഹമായിട്ടുള്ള പദവിയൊക്കെ കൊടുത്തിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുണ്ട്. അതുപോലെയുള്ള പ്രധാനപ്പെട്ട ചുമതലകളെല്ലാം കൊടുത്തിട്ടുണ്ട്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായി തെരഞ്ഞെടുത്തിട്ടുണ്ട്. പല സംഘടനകളുടെയും ചുമതല കൊടുത്തിട്ടുണ്ട്. അത് തന്നെയാണ് ഏറ്റവും വലിയ അംഗീകാരം. ആ അംഗീകാരത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം എത്ര വർഷമാണ് ഈ പാർട്ടി സംഘടനയുടെ ഭാഗമായി പ്രവർത്തിച്ചത്? 1970 മുതൽ CPM-ലെ മെമ്പറാണ് ഗോവിന്ദൻ മാഷ്. 70 മുതൽ എന്ന് പറഞ്ഞാൽ 56 വർഷമായി. 56 വർഷമായി ഈ മേഖലയിൽ ജനങ്ങളുടെ അംഗീകാരം തേടി ശ്രീകണ്ഠാപുരം ഏരിയയിൽ, മയ്യിൽ ഏരിയയിൽ, കണ്ണൂർ ജില്ലയിലൊക്കെ CPM ഏർപ്പിച്ചിട്ടുള്ള എല്ലാ ചുമതലകളും നിർവഹിച്ചുകൊണ്ട് പ്രവർത്തിച്ചിട്ടുള്ള ഗോവിന്ദൻ മാഷ് ഇപ്പൊ എന്താ ചെയ്തത്? രാഷ്ട്രീയമായിട്ടുള്ള ആത്മഹത്യയാണ്, അല്ലെ? രാഷ്ട്രീയമായിട്ടുള്ള ആത്മഹത്യ. ചിലരുണ്ടല്ലോ ആത്മഹത്യ ചെയ്യുമ്പോ അവസാനമായിട്ട് ചിലരെ പോയി കാണുമല്ലോ. അങ്ങനെ അവസാനമായിട്ട് ചിലരെ പോയി കണ്ടു. അതിന്റെ അടിസ്ഥാനത്തിലാണ് മയ്യിൽ ആഫീസ് പോയിട്ട് കഞ്ഞിയും കുടിച്ചു. മനസ്സിലായില്ലേ? മയ്യിൽ ആഫീസ് പോയിട്ട് കഞ്ഞിയും കുടിച്ചു. അവസാനത്തെ കഞ്ഞി CPM-ന്റെ ആഫീസിൽ പോയിട്ട് അവസാനത്തെ കഞ്ഞി കുടിക്കുക.
എന്നിട്ട് പോയിട്ട് വാർത്താ സമ്മേളനം നടത്തുക. പക്ഷെ മാഷെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളെ പിന്നാലെ ആളുണ്ടെന്ന് നിങ്ങൾ മനസ്സിലായിക്കോ. അല്ലേ മാഷ്? ഞങ്ങളൊക്കെ മാഷുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. മാഷുമായിട്ട്, മാഷെ നിങ്ങൾ വലിയ രാഷ്ട്രീയ പാരമ്പര്യമുള്ളൊരു നേതാവാണ്. ഈ ഒരു കാര്യത്തിൻ്റെ മേലെ നിങ്ങൾ അത് അവസാനിപ്പിക്കണ്ട. നിങ്ങളെപ്പറ്റി വളരെ മോശം അഭിപ്രായം സമൂഹത്തിലുണ്ടാവും. അതല്ല ഞാൻ പറയുക തന്നെ ചെയ്യും. പരസ്യമായിട്ട് പറയേണ്ടത് പറയും. പറയേണ്ടത് പറഞ്ഞല്ലോ. പറഞ്ഞതൊക്കെ എന്താ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാർട്ടിക്ക് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതിന് ഒരു മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡ പ്രകാരം സ്ഥാനാർത്ഥികളെ ചർച്ച ചെയ്യുമ്പോൾ പല പേരുകളും വരും. പക്ഷേ ജനാധിപത്യപരമായിട്ടുള്ള ചർച്ചയ്ക്ക് ശേഷം തീരുമാനമെടുക്കും. ആ തീരുമാനം പ്രഖ്യാപിച്ചല്ലോ. എന്താ പാർട്ടിയുടെ സംഘടനാ രീതി? വ്യത്യസ്താഭിപ്രായങ്ങൾ പറയാൻ ഈ പാർട്ടിക്കകത്ത് അവകാശമുണ്ട്. ആ വ്യത്യസ്താഭിപ്രായങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് പാർട്ടി ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനം അംഗീകരിച്ച് നടപ്പാക്കുന്നതാണ് പാർട്ടിയുടെ സംഘടനാ രീതി. അതാണോ മാഷ് അവലംബിച്ചത്? ഈ തീരുമാനമൊക്കെ എടുത്തു. ഏറ്റവും ഒടുവിലത്തെ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഈ മാഷായിരുന്നു അധ്യക്ഷൻ. മനസ്സിലായില്ലേ? സ്ഥാനാർത്ഥി പട്ടിക അന്തിമമായി അംഗീകരിച്ച ജില്ലാ കമ്മിറ്റി യോഗത്തിൽ അധ്യക്ഷൻ മാഷാണ്. അപ്പൊ മാഷോട് പറഞ്ഞു, മാഷെ തീരുമാനമല്ലല്ലോ, എന്നാൽ പിന്നെ തളിപ്പറമ്പ് മണ്ഡലം കമ്മിറ്റിയുടെ യോഗത്തിൽ നിങ്ങൾ വരണം. അവിടെ സ്ഥാനാർത്ഥികളുടെ പേര് പറയാൻ വേണ്ടി പോവാ. അതുകൊണ്ട് നിങ്ങൾ വരണം. അപ്പൊ തളിപ്പറമ്പ് മണ്ഡലത്തിൽ എനക്കും ചുമതല വന്നു. ഞാൻ പറഞ്ഞു, മാഷെ എനക്കും ചുമതലയുണ്ട്, നമുക്ക് ഒന്നിച്ച് വർക്ക് ചെയ്യാം, നിങ്ങൾ അവിടെ വരണം. വന്നില്ല മണ്ഡലം കമ്മിറ്റി യോഗത്തിൽ. ആ മണ്ഡലം കമ്മിറ്റി യോഗത്തിൽ വരാതെ മാഷ് എന്താ ചെയ്തത്? ഈ പറഞ്ഞ രാഷ്ട്രീയമായിട്ടുള്ള ആത്മഹത്യക്ക് വേണ്ടി തയ്യാറെടുക്കുക മാത്രമല്ല, ശത്രുക്കളുടെ കോടാലി കയ്യാവാൻ വേണ്ടിയുള്ള ആസൂത്രണം നടത്തുകയാണ് ചെയ്തത്.